ഇപ്പോൾ ഇന്ന് നമ്മൾ പച്ചച്ചീര, നല്ല നാടൻ ചീര പറിച്ച് വറുക്കാൻ പോവുകയാണ്. കുറച്ച് കിട്ടിയിട്ട് പച്ചച്ചീര തൈ നട്ടതാ. വിത്ത് കിട്ടിയിട്ടേ സൗദം വന്നേ. സൗദം പാട് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചീര ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കാം. ചീര വറക്കാം. അതിനായി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അയ്യോ, വെളിച്ചെണ്ണ മൂടി വയ്ക്കാൻ മറന്നു കേട്ടോ. വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഒരാൾ ഭയങ്കര കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്. അപ്പോൾ നമ്മളെ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരണം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചീരയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീരയെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം വെളുത്തുള്ളി ഒരു ബ്രൗൺ നിറാണ് കേട്ടോ. അധികം കരിയണ്ട. ഏകദേശം ഒരു ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഏകദേശം ആയിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. തെയ്യെല്ലാം കണ്ടിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് പ്രജിക്ക് ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രജിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ പോയി. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ ചീരയിലേക്ക് ആവശ്യത്തിന് പൊടിയുപ്പ് ചേർത്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീരയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വേവില്ല ചീരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ ഒരു ചീരക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം.
ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണെന്ന് പറയും. കാരണം നല്ല വിഷാംശം ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് നല്ലതാണെന്ന് പറയാറ്. വിഷാംശമൊക്കെ ഇല്ലാണ്ടാവുമെന്ന് പറയുന്നു പണ്ടത്തെ ആൾക്കാരൊക്കെ. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഈ ചീരക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ട നന്നായി ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും കടുകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് വരാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് തേങ്ങ ചിരകാൻ പോകുന്നുണ്ട്. അച്ചു എന്നാ പണിയെടുക്കുന്നത്? അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് വരാം. അപ്പോൾ തേങ്ങ ചിരകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചീരേൻ്റെ അവസ്ഥ എന്തായാലും ചീര ഏകദേശം വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം അടച്ച് ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നമ്മളെ ചീര തോരൻ, നമ്മൾ ചീര വറവ് എന്ന് പറയില്ല കേട്ടോ. ഈ കണ്ണൂർക്കാർ ഇങ്ങനെ ഇലക്കറിക്ക് എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ തോരൻ വെച്ചു, പുറത്തുള്ള ആൾക്കാരെല്ലാം തോരൻ വെച്ചു എന്നല്ലായിരുന്നു. നമ്മൾ ചീര വറുത്തു, പയർ വറുത്തു, അങ്ങനെയൊക്കെയാണ് പറയട്ടെ. അപ്പോൾ നമ്മളെ ചീര വറുത്തു, നിങ്ങളെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എന്താ ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ചീരയാണ്. അതുകൊണ്ട് തന്നെ നല്ല പോഷക ഗുണമുണ്ട്. അവിടെ ഇരുന്ന കുഴപ്പമില്ല മോനെ, ഇവൻ്റെ കുരുത്തൊക്കെ ഇടണ്ട. അപ്പോൾ നമ്മളെ ചീരത്തോരൻ ചീര വറവ് റെഡി ആയിട്ടുണ്ട്. അമ്മ ചീര വറവിന് ഉപ്പുണ്ടോക്കിയ? അമ്മ ഉപ്പുണ്ടോക്കാൻ വരുന്നുണ്ട്. ഇതാ അമ്മ ഇനി വന്നിട്ടില്ല അവിടുത്തെ. ഇത് വന്തിന് നോക്കി അമ്മ. എന്തിനാ? സൂപ്പറാ, താങ്ക് യു. അച്ചൂട്ടിന് വേണ്ടേ? അച്ചൂട്ടിന് അങ്ങനെ ഇലക്കറിയൊന്നും കഴിക്കില്ല കേട്ടോ. അവനെ കൊണ്ട് ഞാൻ തീറ്റിക്കും. അപ്പോൾ നമ്മളെ ചീരത്തോരൻ്റെ വീഡിയോ ബാക്കി പറച്ചു റെഡി അല്ല, കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം വീഡിയോസൊക്കെ വ്യൂസൊക്കെ കുറവാണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവളെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടുന്ന വീഡിയോക്കൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.